ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നമ്മൾ +2 ക്ലാസ്സുകൾ എക്സാമാണ്, നാളെയാണെന്ന് തോന്നുന്നു. ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ ഇംഗ്ലീഷ് എക്സാം +2. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ ലാസ്റ്റ് വൺ മെൻഡിങ് പോയിൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ അതിനെക്കുറിച്ച് ചെറിയൊരു ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നു. സോ മേരാ പ്രിയ ദർശകോ, മേരാ ഭായി ഓർ ബഹനോ, इंडिया से नहीं पूरा लोग में आज केरला सिलेबस से छात्रों के लिए +2 सिलेबस छात्रों के लिए क्लास देता है. माफ़ कीजिए, आप लोग के लिए मैं क्लास दे दूँगा ज़रूर. ओके, അപ്പോൾ നമുക്ക് നോക്കാം മെൻഡിങ് വേൾഡിലെ ഫസ്റ്റ് വൺ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. വെറുതെ നമ്മൾ പോയെന്ന് കിട്ടിയിട്ട് കാര്യമില്ല, എക്സാമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കും, ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാം. ക്വസ്റ്റ്യൻ വരെ എലാബറേറ്റ് ദി ഐഡിയ ഇൻ ദി ഫോളോയിങ് ലൈൻ ഇൻ എ പാരഗ്രാഫ്. അപ്പോൾ താഴത്തെ പറഞ്ഞ ആ ഐഡിയ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് ഈ പോയത്തിൽ, അതിനെ വലുതാക്കി എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. എലാബറേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് വലുതാക്കി എഴുതുക. ഒന്ന് ആദ്യം എന്താണെന്ന് കാര്യം മനസ്സിലാക്കുക. ഷുഡ് വാട്ട് ഈസ് ഇറ്റ്, ദി ഐഡിയ ഓഫ് ദി ലൈൻസ്, ദെൻ റൈറ്റ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അത് പറഞ്ഞെടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഗുഡ് ഫ്രണ്ട്സസ് മൈ ഗുഡ് നെയ്ബേഴ്സ്, അല്ലേ? നല്ല വേലുകൾ, നല്ല മതിലുകൾ, നല്ല അയൽക്കാരെ ഉണ്ടാക്കും എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ്. നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിക്കാം കേട്ടോ, പോയറ്റിനെ കുറിച്ച്. അത് പ്രത്യേകം നോക്കുക. എന്ന് അദ്ദേഹം ജനിച്ചു, എന്ന് മരിച്ചു, എവിടെയാണ് ജനിച്ചത്, അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങൾ, വാട്ട് ഹി ഹാവ്, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അത് വരും, ലെറ്റർ വരും, പോസ്റ്റർ വരാം, അല്ലേ? അതുപോലെ പാരഗ്രാഫ് റൈറ്റിംഗ്, റിപ്പോർട്ട് തയ്യാറാക്കാൻ വരും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ എഡിറ്റിംഗ്, അല്ലേ? ലെറ്റർ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനായിരിക്കും, നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാവുക, നിങ്ങൾ മാറ്റി തരണം. നോക്കാം, നമുക്ക് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഗുഡ് ഫ്രണ്ട്സസ് മൈ ഗുഡ് നൈബേഴ്സ് മീൻസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് സം ലിമിറ്റ്സ് ബിറ്റ്വീൻ നൈബേഴ്സ് സോ ദാറ്റ് ദ റിലേഷൻ വിൽ റിമൈൻ ഹെൽത്തി അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ ഇത് പറയണത് നല്ല കറക്റ്റാണ്. നമ്മൾ അയൽക്കാരായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും അത് നിലനിൽക്കും. ഇറ്റ് റിമൈൻസ് ഓൾവൈസ്, ദാറ്റ്സ് ദി പോയിന്റ് സൈസ്, അല്ലേ? അപ്പോൾ അതുപോലെ നോക്കാം. ഇഫ് ദർ ഈസ് അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നൈബേഴ്സ് ട്രബിൾ വിൽ സൂൺ സ്റ്റാർട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തമ്മിലുള്ള വല്ല പ്രശ്നങ്ങളും നമ്മൾ തമ്മിൽ, അതായത് അയൽക്കാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ പ്രശ്നങ്ങൾ ഉദിച്ചു പോകും അവർ തമ്മിൽ. Then suppose you grow goats in your house. Your neighbors have vegetable garden. If there is no offense, your goats will go and eat up the vegetables of your neighbor. For example പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ആടുകളുണ്ട്, നിങ്ങളുടെ അയൽക്കാരന് വെജിറ്റബിൾസ്, പച്ചക്കറി കൃഷികൾ. അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ? സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് നോട്ട് വെൽ. കാരണം എന്ത് ചെയ്യും? ആടുകൾ പോയി പച്ചക്കറി തിന്നും, അല്ലേ? അപ്പോൾ അത് സംഭവിക്കുന്ന എന്താണ്? അപ്പോൾ നമ്മളത് സൂക്ഷിക്കണം, അല്ലേ? രണ്ടുപേരും സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിൽ ഹി ലൈക്ക് ഇറ്റ്. അപ്പോൾ അയൽക്കാരനത് ഇഷ്ടപ്പെടും. ഇങ്ങനെ അയാളുടെ പച്ചക്കറിയൊക്കെ തിന്നുപോയി ആടുകൾ, ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സപ്പോസ് യുവർ നൈബേഴ്സ് ചിൽഡ്രൻ കം ആൻഡ് ഓപ്പൺ യുവർ ഫ്രിഡ്ജ് ആൻഡ് ഈറ്റ് അപ്പ് ഓൾ ദി ഗുഡ് ഫുഡ് യു ഹാവ് കെപ്റ്റ് ദ. ഇനി ഒരു നിങ്ങളുടെ അയൽക്കാരുടെ കുട്ടികൾ വന്ന് നിങ്ങളുടെ ഫ്രിഡ്ജ് തുറക്കുകയാണ്, എന്നിട്ട് എല്ലാം നല്ല ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുകയാണ്. ഇഷ്ടപ്പെടുമോ? ആരും ഇഷ്ടപ്പെടില്ല, അല്ലേ? അത് സ്വാഭാവികം, അല്ലേ? വാട്ട് ഐ ടെൽ യു, ഐ ഡോണ്ട് നോ റിയൽ സെൻറ്റൻസ് ഓഫ് ദിസ്. ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അല്ലേ? വേറെ വല്ലതും സംഭവിക്കും അവിടെ. കുട്ടികളാണെന്ന് വിചാരിക്കില്ല അപ്പോൾ, അല്ലേ? പട്ടികളാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവരെയും പറയല്ല. ചില ആളുകൾ, അല്ലേ, നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. എന്തോ എടുത്ത് കഴിച്ചോട്ടെ, തിന്നാനുള്ളതല്ലേ, ഇത് വേറെ ഒന്നും പറ്റില്ല, കഴിച്ചു പോകണം, അല്ലേ? പിന്നെ അത് നമ്മുടെ വേസ്റ്റായി പോകണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ. ഇപ്പോൾ നിങ്ങളും അങ്ങനെ ചിന്തിക്കുക, അതാണ് പറഞ്ഞു തരുന്നത്. സോ there must be some boundaries between neighbors and only then there will be good relation. അതുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ഇടയിൽ, അല്ലേ, ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു ഇടയിലൊരു എന്താ പറയുക, നമ്മുടെ അയൽക്കാരായിട്ടൊരു ഇടയിലൊരു മതിലെന്ന് പറയാൻ പറ്റില്ല. ഒരു ചില കാര്യങ്ങൾ പറയുക, ചിലത് പറയാതിരിക്കുക, ചില കാര്യങ്ങൾ ചെയ്യുക, ചിലത് ചെയ്യാതിരിക്കുക. അതാവശ്യമാണ്, നിർബന്ധമായി. ഇനി ഇതിൽ 2 ആക്ടിവിറ്റി കൂടി ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ തരാം. ഇന്ന് തീർക്കും, നമ്മൾ പോർഷൻ തീർക്കും. എന്നിട്ട് വേണം വേറെ ക്ലാസ്സുകളുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകണം, അതിന് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ എഴുതുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ശ്രദ്ധിക്കണം, നല്ലതായി പോകണം. കാരണം ഈ തലതിരിച്ച് എഴുതുന്ന ഒരുപാട് ആൾക്കാർ കേട്ടോ. ഞാൻ പറയും അറബ് ലെറ്റേഴ്സ്, ഞാനൊരു വെറുതെ ഒരു തമാശ
അറബ് ലെറ്റേഴ്സ് അറിയാം, എവിടുന്നാണ് തുടങ്ങണമെന്ന് അറിയാം, റൈറ്റുള്ള അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു വലിയൊരു ജിമ്മിൻ്റെ ഒരു പരസ്യം അറബ് നാട്ടിലേക്ക് പോയി പേപ്പറിലെ. അപ്പോൾ ഈ ജിമ്മിൻ്റെ പരസ്യത്തിൽ പറഞ്ഞ ജിമ്മ് ആദ്യം അങ്ങനെ നല്ല തടിയുള്ള ആൾ, നല്ല മെലിഞ്ഞ ഒരാൾ ആദ്യം, പിന്നെ ഒരു മാസം കഴിച്ച് കുറച്ചുകൂടി തടി കൂടി, 3 മാസം 2 മാസം, ലാസ്റ്റ് വലിയൊരു കൊണ്ടപ്പനായി മസിലൊക്കെ കാണിച്ച്. അപ്പോൾ ഇത് അവിടെ ചെന്നപ്പോൾ എന്താ, ഈ അറബിൽ തിരിച്ചാൽ വായിക്കും, മനസ്സിലായോ. അപ്പോൾ ഏറ്റവും തടിയുള്ള ആളാദ്യം, പിന്നെ മെലിഞ്ഞ് ഇല്ലാതെയായി. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെയായി പറഞ്ഞ് പിന്നെ ആ മരുന്ന് വാങ്ങിക്കുമോ, ജസ്റ്റ് ഫോർ എ ഫൺ. Okay, then see you in my next video. Don't forget to watch my channels in YouTube. Step Up with English, Prakash DK Menon. Subscribe and share. You haven't subscribed, you can get the continuation of the class. That's why. അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ലിങ്ക് Step Up with English 108 X-Uniad. Following it and share. Okay, then see you in my next video, long video. Okay, then.